ഹലോ മച്ചാമാരെ, കസിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കറക്റ്റ് കൊഹിമയിലെത്തി. കൊഹിമയിൽ ഞങ്ങൾ ഇന്നലെ നൈറ്റ് സ്റ്റേ അടിച്ച ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്ലാനിങ്? ഇന്ന് കിസാമ വില്ലേജിൽ പോവുക, നമ്മൾ കാണേണ്ട സാധനങ്ങളൊക്കെ കാണുക. ഇന്ന് കിസാമ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഈ താഴത്ത് കാണുന്ന ഇതിൻ്റെ താഴെ തന്നെ കേട്ടോ. നമുക്കൊരു നടക്കാനുള്ള ദൂരമുള്ളൂ, ഒരു 200 മീറ്റർ 100 മീറ്റർ അത്ര ഉണ്ടാവും. ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്നത് നേരെ പരിപാടി നടക്കുന്ന ഗ്രൗണ്ട്. ഇന്ന് ഇനാഗ്രേഷൻ സെറമണിയാണുള്ളത്. ഫസ്റ്റ് ഡേ 3 മണി കഴിഞ്ഞാൽ ചെറിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ പരിപാടി. നാളെയാണ് ട്രൈബ്സിൻ്റെ മെയിൻ പരിപാടികളും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ വീഡിയോയും ഇത് കാണാനായിട്ടാണ് വന്നത് നമ്മൾ. അതെ, ഒന്നാമത്തെ കാര്യം നാഗാലാൻഡ് നമ്മൾ ഡെസ്റ്റിനേഷൻ അത് നമ്മൾ കവർ ചെയ്ത് ഫസ്റ്റ്. രണ്ടാമത്തെ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഇവിടം വരെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. പക്ഷേ എത്തിച്ച് വണ്ടി നമ്മുടെ പുലിക്കുട്ടിയാണ്. അത് നല്ല അടിപൊളിയായിട്ട് സാധനം നമ്മളങ്ങനെ ഇവിടെ എത്തിച്ച്. പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. ഇവിടെ എന്ന് വെച്ചാൽ ഇത് നല്ല കയറ്റവും മലയുടെ മേളിലാണ് ക്യാമ്പ് ചെയ്തേക്കണം. നാഗാലാൻഡ് അങ്ങോട്ടേക്ക് കയറാൻ ഇത്തിരി പണിയുണ്ടായി. ഹില്ലിയായിട്ടുള്ള ഏരിയയാണ് നാഗാലാൻഡ്. ഇത്തിരി ഏറ്റവും പണിയാണ്. പക്ഷേ കയറും, വണ്ടി കയറും, അടിപ്പനാണ്ട് കയറും. പക്ഷേ ഇത്തിരി സർവേ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളെ നാഗാലാൻഡിലായിട്ട് കിസാമ വില്ലേജ് കൊഹിമ അങ്ങോട്ട് ഓട്ടോ കയറ്റില്ല ഒന്ന് പറഞ്ഞു. അത് എന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് അവിടെ നിന്നായിരുന്നു. കൊഹിമ എന്നല്ല, കൊഹിമ ടൗണിൻ്റെ അകത്തോട്ടേ ഇത് കയറ്റില്ല, ഓട്ടോ കയറ്റില്ല. നമ്മുടെ ഡൽഹിയിലൊക്കെ പോലെ, ഡൽഹി കൊൽക്കത്തയിലൊക്കെ പോലെ ഓട്ടോ കയറ്റില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ വെച്ച് കൊഹിമയെ കയറുന്നതിന് മുമ്പ് ഞങ്ങളെ പോലീസ് പിടിച്ചിട്ട് അവർ പറഞ്ഞ് കൊഹിമയെ ചെന്നിട്ട് ചലാൻ നടക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പോലീസുകാർ നിർത്തിയിട്ടുണ്ടാവും. നമ്മുടെ വണ്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ തന്നെ വഴിക്ക് പോലീസുകാരെ കണ്ടില്ല. ഇവിടെ വന്ന് കറക്റ്റ് ഒരു ATM-ൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു ചേട്ടനെ കണ്ടു. പുള്ളി ഇവിടുത്തെ ഈ നാട്ടുകാരനാണ്. പുള്ളി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നു. പുള്ളിയുടെ കസിൻ ബ്രദറിൻ്റെ ഇത് അറേഞ്ച് ചെയ്തു. പുള്ളിയുടെ പേര് ഇംഡോങ് എന്നാണ് പുള്ളിയുടെ പേര്. നമ്മൾ കണ്ട പുള്ളിയുടെ പേര് ഇംഡോങ്. പുള്ളി ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്ത് തന്ന പുള്ളിയുടെ പേര് മാൻസ. അങ്ങനെ പുള്ളി കറക്റ്റ് ചെയ്ത് തന്ന സാധനമാണ് ഈ കാണുന്ന ഫുള്ള് ടെൻറ്റ്. ഒരു 10-50 ടെൻ്റ് ഉണ്ട്. ഇന്നലെ ഞങ്ങളുടെ അടുത്തൊരു അടിപൊളി കർണാടകക്കാരൻ ചെക്കൻ ഉണ്ടായിരുന്ന കാരണം ഉറക്കം അടിപൊളിയായി. സൂപ്പറായിട്ട് അവർ ഉറക്കി. അവന് ഉറക്കത്തിൽ ഞെട്ടി കണ്ട സാധനമൊക്കെ എടുത്ത് അടിച്ച് കിളിയൊക്കെ പറയും. ഇങ്ങനെ ഒറ്റപ്പാടും വേളമൊക്കെ അപ്പുറത്ത് കിടന്നു പോയി. ഇയാൾ എഴുന്നേറ്റിരിക്കും. എന്താ അതിന് ടെന്റിന്റെ അകത്ത് പുറത്ത് കിടന്ന് ഇവൻ കിടന്ന് ഒച്ച എടുക്കുന്നത്, അകത്ത് ഇവൻ കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുന്നു. നല്ല തണുപ്പായിരുന്നു. നല്ല രീതിക്ക് തണുപ്പ്. ഞങ്ങൾ 2 ജാക്കറ്റൊക്കെ ഇട്ടേച്ചാ നടപടിയാണ്. ഇപ്പൊ ഇന്ന് രാവിലെ ചെറിയൊരു തണുപ്പ് കുറവുള്ള കാരണം ഉള്ളിലുള്ളത് ഊരി കളഞ്ഞു. ഇത് മാത്രം ഇട്ടേക്കണം. എന്തായാലും ഈ ഇന്ന് കിസാമ വില്ലേജിലെ ഹോൺബിൽ ഫെസ്റ്റിവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഇന്നലെ രാത്രി നമ്മൾ വന്ന ക്യാമ്പിംഗ് സൈറ്റിൻ്റെ എൻട്രി അവിടെയാണ്. ഒന്ന് പതിങ്ങനെ ഇറങ്ങി വരാൻ നേരത്ത് ഇന്നലെ ഈ ഒരു വണ്ടിക്കാണ് ഞാൻ കയറി പോകുന്നത്. ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെ നിന്ന് വണ്ടി ഓടിച്ചിട്ട് പോകുന്നല്ലേ മുതലാളി? എന്നെ മുതലാളി ഈ വണ്ടിയിലൊക്കെ കയറ്റി പതിയെ പാട്ടൊക്കെ പാടി കൊണ്ടുവന്ന് ഇവിടെ നിന്ന് നേരെ നോക്കി. സോറി ഒന്നിപ്പം നീ എളുപ്പം ടക്ക് പയ്യേ. പുള്ളിക്കാരനവിടെ മറ്റേ ട്രക്കിങ് വരെയുള്ള മിണ്ടാണ്ടി ട്രക്കിങ്ങിന് പോകാനായിട്ടുള്ള കമ്പ് ശരിയായിക്കൊണ്ടിരിക്കുന്ന പുള്ളിക്കാരൻ. അയ്യോ, ട്രക്കിങ്ങുള്ള കമ്പ് ഉണ്ടാക്കല്ലേ? അല്ലേ? ഇവിടെ കുത്തി വെക്കാനുള്ള ചിക്കൻ വെറുതെ ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. ഇത് ഒരു 40 സംതിങ് ടെൻ്റ് ഉണ്ട് കൊണ്ടോ. കാണിച്ച ഇടാവേ നമ്മുടെ കൂടെ എന്ന് വെച്ചാൽ അത് നമ്മുടെ ടെൻറ്റ്. ഞാനോ അല്ല, ഇവിടെ നിന്ന് ഇത്തിരി പോയാൽ മതി. അവിടെ പരിപാടി നടക്കുന്നത്. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വൻ പരിപാടിയാണോ? പോവാം നമുക്ക്.
താഴത്തെത്തണം. ഇവർ നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒരാൾ കൊൽക്കത്തയിൽ നിന്നും ഒരാൾ ഇവിടെ ത്രിപുരയിൽ നിന്നുള്ളതാണ്. നമുക്ക് നേരെ ചെല്ലാം, താഴെ ചെല്ലാം. താഴെ ഇവിടെ നിന്നൊരു 600 മീറ്റർ അടുത്ത് നടപ്പുണ്ട്. അത് ആ സ്റ്റേജ് ഇന്നത്തേക്ക് ഉണ്ടല്ലേ? ഇത് ഇന്നത്തേക്ക് പ്രോഗ്രാം 10 ദിവസത്തേക്ക് പ്രോഗ്രാം ഉണ്ട് അല്ലേ? പരിപാടി തുടങ്ങി, വെടിയും പൊട്ടി. ഇത് തിഖിർ ക്യൂ എന്ന് പറഞ്ഞ ട്രൈബിൻ്റെ ഒരു പ്രാക്ടീസാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരാണക്കിനാണ് ഇത്ര നേരം ഇവിടെ ആണുങ്ങളായിരുന്നു, ഇപ്പോൾ ഇവിടുത്തെ പെണ്ണുങ്ങളുടെയാണ് നമുക്ക് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ അടുത്തൊരു ട്രൈബിൻ്റെ ഇതിലെത്തി. കൊണ്യാക് നുറുങ് എന്ന് പറഞ്ഞൊരു ട്രൈബാണ്. അത് അവരുടെ വേഷവിധാനങ്ങളും കാര്യങ്ങളുമാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്ക് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് കൊണ്യാക് ട്രൈബിൻ്റെ. ഇവര് ശരിക്കും മറ്റേ തോക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളവരാണ്. ഗണ്ണൊക്കെ വെച്ച സംഭവം എല്ലാവരുടെ കയ്യിലുണ്ട്. ഫുള്ള് ഇത് കന്യാകുമറി എന്ന് പറഞ്ഞ ട്രൈബിലാണ്. അവരുടെ ഒരു മെയിൻ വേഷവിധാനങ്ങളാണ് ഈ കാണുന്നത്. ഇവരെ കൊണ്യാക് ട്രൈബിൻ്റെ സംഭവം ചേന, പഴം, ചുട്ടു വെച്ചാണ്. ബാറ്റ്മാനൊക്കെ ബാറ്റ്മാനെ വറുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ട്രൈബിൻ്റെ പേരാണ് കൈ ന്യൂ നുറുങ്. ഇവിടെ ഇതെന്താ പറയുക? നമ്മുടെ 4ാമത്തെ ട്രൈബ് ഷൺമുഖ. You want to fire?
അഞ്ചാമത്തെ ട്രൈബ് നമ്മുടെ യിംഖുൻ ഖൻയാം. ഇതെന്താ പറഞ്ഞത്? വള്ളമാണ് ഇത് മറ്റേ കൊട്ടണ സാധനം. വള്ളമാണത്. തിരിച്ചിട്ട വെള്ളം. ഇതുവരെ മറ്റേ ഡ്രമ്മ് കൊടുത്ത മീൻസ് ഹാൻഡ് പാൻ ഒരു വട്ടം വെച്ച മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ? അത് വെച്ച് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ആ ചെറിയ വടി വെച്ച് ബാക്കിയുള്ളവർ. നമ്മുടെ ആറാമത്തെ ട്രൈബ് സംതംപുറം. അകത്തൊക്കെ ഉണ്ടല്ല മീറ്റാണത്. ആ പോർക്ക് കിട്ടിയിട്ടേക്കണേ. പോർക്ക് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോർക്ക് ആ മേലേക്ക് എടുത്ത് വിടുകയാണ്. അതിൻ്റെ അടിയിൽ തീയിട്ടിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യണല്ലേ? ഉണ്ടാക്കി ചുട്ടു. പിന്നെ ഇവരുടെ വേഷം ഇതാണ്. അവിടെ വെടിപ്പിക്കണേ കനടി അവിടെ. ഏഴാമത്തെ ട്രൈബ് നമ്മുടെ സൊങ്കോ. കിട്ടില്ലായിരുന്നു. അങ്കാമിക്ക് ഇവർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആട്ടോ. അവരുടെ ഡ്രസ്സിങ്ങൊക്കെ ഭയങ്കര ഡിഫറെൻ്റ്. അങ്ങനെ നമ്മൾ പരിപാടി നടക്കുന്ന ഗ്രൗണ്ടിലോട്ട് ഒരു ചെറിയൊരു സ്റ്റേഡിയം പോലത്തെ ഒരു സംഭവം അല്ലേ? നല്ലൊരു വലിയ സ്റ്റേഡിയം. അങ്ങനെ വലിയ സ്റ്റേഡിയം ഒന്നും പറയാൻ പറ്റില്ല. ചെറിയ സ്റ്റേഡിയം. ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കണം. വലിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
ഈ ഗ്രൗണ്ടിലായിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവര് നമ്മളിപ്പോ കണ്ടത് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യണം. ആ ഇനി എന്താന്ന് വെച്ചാൽ അവരുടെ ഫുള്ള് പരിപാടി ഇവിടെ ഓരോ ട്രൈബിന്റെയും പരിപാടി എനിക്ക് തോന്നുന്നു മറ്റേ മെയിനായിട്ടുള്ള ഇതില്ലേ നമ്മുടെ ഹെഡ് ഹണ്ടേഴ്സിന്റെ ഇതില്ലേ അവർ വന്നിട്ടില്ല, അവരെ കാണിച്ചിട്ടില്ല. കാരണം അവർ മുഖത്ത് മറ്റേ ടാറ്റു ഒക്കെ ചെയ്തിട്ടുള്ള ടീമാണ്. അവരെ കണ്ടിട്ടില്ല ഇതുവരെ. എന്തായാലും നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. മിക്കവാറും ചിലപ്പോൾ മെയിൻ ഇതായിട്ടായിരിക്കും ചിലപ്പോൾ അവർ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഇനാഗ്രേഷൻ സെറിമണി നടക്കുന്നത്. അതാ എല്ലാവരും ഇപ്പോൾ സ്റ്റേജിൽ കളിക്കണം. നമുക്ക് നോക്കാം എന്താ അവസ്ഥയെന്ന്. ഇവിടെ ഇരിക്കാൻ പറ്റൂലേ? ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആൾക്കാർ. എല്ലാവർക്കും ഇരിക്കാം. നല്ലൊരു പ്ലേസ് നോക്കിയിട്ടേ ആള് ഒരുപാടുണ്ട് ആണല്ലേ. അപ്പോൾ കയറി ഇരുന്നില്ലെങ്കിൽ കുറച്ച് കഴിയാൻ നേരത്ത് പണി കിട്ടും. ഹായ്. ഇവിടെ കയറിയിട്ടേ ഒരു റൈസ് ബിയർ മേടിച്ച് 2 എണ്ണം. ഒരെണ്ണത്തിന് 150 രൂപ, 2 എണ്ണത്തിന് 300 രൂപ. എന്ത് പൈസ കറക്റ്റ് പനങ്ങൾ തുടു. എങ്ങനെയുണ്ട്? എന്നാലും made from rice and it's very delicious and healthy for kidney. അടി അടിച്ച് ഏതെങ്കിലും ഒരു പാർട്ട് ഊരി പോരട്ടെ. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ. നമ്മൾ ആ ബിയർ മേടിച്ചില്ലേ, അതാണ് ഫുഡ് അടിക്കണേ. ഇവിടെ 2 വെച്ച് തലി പറഞ്ഞേക്കണം. ഒന്ന് ഈ പുള്ളിക്ക്, ഒന്ന് ആ പുള്ളിക്ക്, ബിയർ കുടിക്കുന്ന പുള്ളി. ഞങ്ങൾ പോർക്കും അല്ലേ, ബീഫ് പോർക്ക്. fresh pork. What is fresh pork and one is steamed pork? क्या है to do tapioca maybe Pork দেবে তো? না না ভেজ বলেছিলাম আমরা, দুটো ভেজ দুটো নন ভেজ। Pork দেবে তো? ഇല്ല এটা কি ভাই, এটা তো বিষয় അതെ അവർക്കുള്ളത് വന്ന് ഇല്ല കുഴപ്പമില്ല. അവിടെ राजमा राजमा इज वन രാജ്മ ഡാലിൻ്റെ ഫുഡ് അടിക്കട്ടെ. ലാസ്റ്റ് ഹെഡ് ഹണ്ടേഴ്സ്. ഇതാണ് ഹെഡ് ഹണ്ടേഴ്സ്.
나가 원님과 가이파 어때? 우리가 워크샵파 우리가 수만만 더 랑랑이 예티 파이 뭐야? 나가 봐 엄마 너무 시키겠다. 안 먹고 먹구나. 아, 또 이거. 나가면 나 정말 나가면 이거 나가려. 이거 어머 나가 혼자 나가라. 이거 독부터 여등아 독부터 한번 먹고 돼. 이거 편차야. 랑한 편차야 정말 박하냐. 나이파. 루이사 니가 그냥 나이파 나가마. അവിടെ ലൈറ്റാണ്. സമയം ഇപ്പോൾ ഒരു 5:15 ആയിട്ടുള്ളൂ. ഇവിടെ ഇരുട്ടായി. ഇത് ഇന്നോഗ്രേഷൻ സെറമണി ചെയ്ത കാരണം അടിപ്പൻ പരിപാടിയൊന്നുമില്ല. 2-3 ദിവസത്തിലുള്ള അടിപ്പൻ. പക്ഷേ കൊള്ളാം കാണാൻ പറ്റും. അതെ ഹെഡ്ഗണ്ടറിനെ കലക്കൻ്റെ വീഡിയോ എടുത്ത് വെച്ചാൽ ആദ്യം കണ്ട് പരിപാടിക്ക് പുള്ളീനെ കണ്ട് അല്ല അല്ല പക്ഷെ പുള്ളിയുടെ കാണാൻ പുള്ളീനെ കാണാൻ വേണ്ടി വന്നാൽ നമ്മൾ ഈ വർഷം കൂടി പുള്ളിക്കാറുണ്ട്. വെടിപ്പത്തി ഇതിലെ കഷ്ടപ്പാടുകൾ ഡോക്യുമെൻ്ററി ഈ പണ്ടാരൊന്ന് ഒതുക്കി കിട്ടാനുള്ള കഷ്ടപ്പാടാണ്. ജാക്കറ്റ് ഏറ് വലിക്കുമല്ലോ. അതെ എനിക്ക് കുമാരിനകത്ത് കയറും. കയറും ഏറ്റവും നടേശന പറഞ്ഞു. പിന്നല്ലേ എൻ്റെ അപ്പനൊക്കെ ഇത് പിന്നെ